ചരിത്രപരമായ നിർമ്മാണ വൈവിധ്യം കൊണ്ട് പ്രസിദ്ധമായ ക്ഷേത്രം, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രം, പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത അത്ഭുത നിർമ്മിതി, 1.3 ലക്ഷം ടൺ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച അത്ഭുത ക്ഷേത്രം, 28 വർഷം കൊണ്ട് പണി തീർത്ത ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പലതരത്തിലുള്ള നിഗൂഢതകളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിലെ കല്ലിന് ഏകദേശം 90 ടൺ ഭാരമുണ്ട്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിന്റെ മകുടം. 90 ടൺ ഭാരമുള്ള ഈ ഒറ്റക്കല്ല് എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ എത്തിച്ചത്? എന്ത് ടെക്നോളജിയാണ് പഴയ കാലത്തുണ്ടായിരുന്ന ആളുകൾ ഇതിനു വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നത്? അതുപോലെ തന്നെ ഈ ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിന്റെ നിഴൽ ഉച്ച സമയത്ത് ഒരു കാലാവസ്ഥയിലും നിലത്ത് വീഴില്ല. വർഷത്തിൽ ഏത് ദിവസമായാലും ഇതിന്റെ നിഴൽ നിലത്ത് വീഴില്ലത്രേ. ചരിത്രപരമായ നിർമ്മാണ വൈവിധ്യം കൊണ്ട് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. AD 985 തുടങ്ങിയ നിർമ്മാണം 1013 പൂർത്തിയായത്. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രമുള്ളത്. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പം. 20 അടി നീളവും 13 അടി ഉയരവുമുണ്ട് ഈ ശില്പത്തിന്. ഏകദേശം 25 ടൺ തൂക്കവുമുണ്ട്. 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവുമുണ്ട് ഈ ക്ഷേത്രത്തിന്. ക്രൂഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ലൊരു ഉദാഹരണമാണിവിടെ. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച 13 അടി ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രം വാസ്തുവിദ്യയുടെ വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു. വലിയ ഗോപുരങ്ങളും തോരണം എന്നുപേരുള്ള പ്രവേശന കവാടവും ഈ ക്ഷേത്രത്തിനുണ്ട്. 240.9 മീറ്റർ നീളവും 122 മീറ്റർ വീതിയുമുള്ള കെട്ടിടത്തിന് ചുറ്റുമായി 2 നിലയിലുള്ള മാളികയും നിർമ്മിച്ചിരിക്കുന്നു. ശിഖരം എന്ന് വിളിക്കുന്ന താഴികക്കുടത്തിന് 8 വശങ്ങളുണ്ട്. 7.8 മീറ്റർ വീതിയുമുള്ള ഒറ്റക്കല്ലിലാണ് ഇതിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിനുള്ളിലെ ചുവരുകളിൽ കാണപ്പെടുന്ന ചുവർചിത്രങ്ങൾ ചോള ചിത്രരചനാ രീതിയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിലെ കല്ലിന് ഏകദേശം 90 ടൺ ഭാരമുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്ത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ 90 ടൺ ഭാരമുള്ള കല്ലിനെ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് എത്തിച്ചത്? ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ചെരുവുതലം നിർമ്മിച്ച് കല്ലിനെ അതിലൂടെ നിരക്കി നീക്കിയാണ് മുകളിലേക്ക് എത്തിച്ചത്. പിന്നീട് ഈ ക്ഷേത്രത്തിനടുത്ത് ചരുവുതലം നിർമ്മിച്ച ഈ സ്ഥലത്തിന്റെ പേര് ചാരുപാലം എന്നായി. അതുപോലെ തന്നെ ഒരു ക്ഷേത്രങ്ങളിലും കാണാത്ത വേറൊരു വിസ്മയവും ഇവിടെ കാണാം. ഭരതനാട്യത്തിന്റെ 108 അഭിനയ മുദ്രകളും ഈ ക്ഷേത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിലെല്ലാം കൊത്തുപണികൾ കാണാം. ഈ ക്ഷേത്രത്തിന്റെ 2ാമത്തെ ഗോപുരത്തിലെ ഒരു പ്രധാന ശില്പമാണ് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പം. ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടത്രേ ഈ ശില്പം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിന്റെ നിഴൽ നിലത്ത് വീഴില്ല എന്ന് പറഞ്ഞു. ഉച്ച സമയത്തുള്ള നിഴലാണ് താഴെ വീഴാത്തത്. വർഷത്തിൽ ഏത് ദിവസമായാലും ഏത് കാലാവസ്ഥയിലും ഉച്ച നേരത്തെ ഇവിടുത്തെ നിഴൽ നിലത്ത് വീഴില്ല എന്നതാണ് പ്രത്യേകത. ഇതിന് പിന്നിൽ ഒരു വിശ്വാസവുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം രാജാവ് ശില്പിയോട് ചോദിച്ചു അത്രേ, ഈ ക്ഷേത്രം ഏതെങ്കിലും കാലത്ത് നിലത്ത് വീഴുമോ എന്ന്. അപ്പോൾ ശില്പിയുടെ മറുപടി ഇതിന്റെ നിഴൽ പോലും നിലത്ത് വീഴില്ല എന്നായിരുന്നു. എന്നാൽ ശാസ്ത്രീയപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇത് അന്നത്തെ കാലത്തെ എഞ്ചിനീയറിംഗിന്റെ ഒരു വിസ്മയം എന്ന് വേണം കരുതാൻ. ഇന്നുണ്ടായിരുന്ന ടെക്നോളജിയെക്കാട്ടിലും മികച്ച രീതിയിൽ ബുദ്ധിപരമായി ശില്പികൾ നിർമ്മിച്ച ഒരു മനുഷ്യ നിർമ്മിതി, ഒരു അത്ഭുത നിർമ്മിതി എന്ന് വേണം നമ്മൾ ഇതിനെ കരുതാൻ. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച ഉയരമുള്ള പിരമിഡ് ആകൃതിയിലുള്ള ഗോപുരം ഉപയോഗിച്ചാണ് അവർ ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത്. സൂര്യരശ്മികളുടെ ആംഗിൾ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മാത്രം വീഴുന്ന നിഴൽ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഗോപുരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിഴൽ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മാത്രമാണ് പതിക്കുന്നതെന്നും ഒരിക്കലും നിലം തൊടാതെയും ബൃഹദീശ്വര ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് അത്ഭുതവും പ്രചോദനവും നൽകുന്നതായും പറയപ്പെടുന്നു. ഇതിന്റെ പിറകിലുള്ള മറ്റൊരു സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ ചലനത്തിന് അനുസൃതമായാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ്. പ്രധാന ക്ഷേത്രത്തിന്റെ നിഴൽ രാവിലെ കിഴക്കോട്ട് നീങ്ങുകയും പിന്നീട് വൈകുന്നേരത്തോടെ ക്രമേണ പടിഞ്ഞാറോട്ട് നീങ്ങുകയും ചെയ്യുന്ന തരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വേനൽ അവധിക്കാലത്ത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തും മഞ്ഞുകാലത്ത് തെക്കു ഭാഗത്തും നിഴൽ വീഴുമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ നിഴൽ ഭൂമിയിൽ വീഴാതിരിക്കാൻ മറ്റൊരു കാരണം പറയുന്നത് ക്ഷേത്രത്തിന്റെ ഉയരം കൊണ്ടാണ്. പ്രധാന ഗോപുരം അല്ലെങ്കിൽ ക്ഷേത്ര ഗോപുരം വളരെ ഉയർന്നതാണ്. താഴികക്കുടത്തിന്റെ നിഴൽ ക്ഷേത്ര സമുച്ചയത്തിന് ഉറപ്പുള്ള ചുവരുകളിൽ പതിക്കുന്നു.
ഗോപുരത്തിൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ ചില കോണുകളിൽ പോലും നിഴൽ ഇപ്പോഴും നിലത്ത് കാണുന്നില്ല. 200 അടിയിലധികം ഉയരത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പിരമിഡൽ ഗോപുരമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആരാധനാലയം. ഈ പ്രധാന ഗോപുരത്തിന്റെ നിഴൽ ഒരിക്കലും ഭൂമിയിൽ പതിക്കുന്നില്ല എന്നത് നൂറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും കുഴിക്കുന്ന ഒരു നിഗൂഢതയാണ്. ക്ഷേത്രത്തിന്റെ തനതായ നിർമ്മാണത്തിനും രൂപകൽപ്പനയ്ക്കും എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. മറ്റുള്ളവർ ഇത് കേവലം യാദൃച്ഛികമാണെന്നാണ് വിശ്വസിക്കുന്നത്. നിഴൽ നീലത്ത് വീഴാത്ത ക്ഷേത്രങ്ങളുടെയും ഘടനകളുടെയും നിരവധി ഉദാഹരണങ്ങളുണ്ട്. അത്തരത്തിലൊരു ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഉത്തരാഖണ്ഡിലെ കേദർനാഥ് ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് 3583 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സൂര്യന്റെ കിരണങ്ങൾ ഈ ക്ഷേത്രത്തിൽ നേരിട്ട് പതിക്കുന്നു, എന്നാൽ നിഴൽ വീഴ്ത്തുന്നില്ല. കാരണം എന്തു തന്നെയായാലും ബൃഹദീശ്വര ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും ആകർഷകവും വിസ്മയിപ്പിക്കുന്നതുമായ നിർമ്മിതികളിൽ ഒന്നാണ്. പുരാതന ഇന്ത്യൻ വാസ്തുശില്പികളുടെയും എഞ്ചിനീയർമാരുടെയും ഒരു കഴിവിന്റെ തെളിവാണിത്. ലോകമെമ്പാടുമുള്ള ആളുകളിൽ അത്ഭുതവും ജിജ്ഞാസയും ഉണർത്തുന്നതാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം. എഞ്ചിനീയറിംഗ്, വാസ്തുവിദ്യ, ഗണിതശാസ്ത്രം എന്നിവയിൽ വിപുലമായ അറിവ് ആവശ്യമായ ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യം തന്നെയാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാതാക്കൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ക്ഷേത്ര സ്ഥലത്ത് നിന്നും മൈലുകൾ അകലെയുള്ള ക്വാറികളിൽ നിന്ന് 80 ടൺ വരെ ഭാരമുള്ള കൂറ്റൻ ഗ്രാനൈറ്റ് കട്ടകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ അടിത്തറ സ്ഥാപിക്കുന്നതിനും അതിന്റെ ചുവരുകളിൽ സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും സൃഷ്ടിക്കുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് മഴവെള്ളം ഒഴുക്കിവിടുന്ന നൂതനമായ ഡ്രെയിനേജ് സംവിധാനവും ക്ഷേത്രത്തിന്റെ അടിത്തറ സുസ്ഥിരമാക്കാൻ സഹായിച്ച ഭൂഗർഭ അറകളുടെയും തുരങ്കങ്ങളുടെയും സങ്കീർണ ശൃംഖലയുമെല്ലാം ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. ഒരു ടെക്നോളജിയും ഇല്ലായിരുന്ന പഴയ കാലത്തെ ഈ അത്ഭുത നിർമ്മിതികളൊക്കെ ഒരു വിസ്മയത്തോടെയാണ് ഇന്നത്തെ കാലത്തുള്ളവർ നോക്കിക്കാണുന്നത്. ഇങ്ങനെയുള്ള ഈ പല അത്ഭുത നിർമ്മിതികളും മനുഷ്യനിർമ്മിതിയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. പഴയ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കഠിനാധ്വാനവും ബുദ്ധിയുമാണ് ഇങ്ങനെയുള്ള ഈ ഓരോ അത്ഭുത നിർമ്മിതിക്ക് പുറകിലും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം. ബിഗ് ടെമ്പിൾ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും കരിങ്കല്ലിൽ കൊത്തിയ ക്ഷേത്രവും ഈ ക്ഷേത്രം തന്നെയാണ്. ഇവിടേക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്നും നിർമ്മാണത്തിനായി കല്ലുകൾ എത്തിക്കുകയായിരുന്നു അത്രേ. ഈ ക്ഷേത്രത്തിന് 1000-ലധികം വർഷം പഴക്കമുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബൃഹദീശ്വര ക്ഷേത്രം ചോള രാജവംശകാലത്തെ തമിഴ് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നും തഞ്ചാവൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 100ഓളം ഭൂഗർഭ വഴികളുമുണ്ട്. രാജരാജ ചോളന്റെ കൊട്ടാരത്തിലേക്കും മറ്റും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇത്തരം വഴികളുണ്ട്. എന്നാൽ അവയിൽ മിക്കവയും ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ശ്രീകോവിലിന് അരികിലെ ചുമരുകളിൽ ചോള രാജകാല ചുവർ ചിത്രങ്ങൾ കാണാം. ക്ഷേത്രവളപ്പിന് ചുറ്റുമായി ദീർഘമായ ഇടനാഴികളുള്ള കെട്ടിടവുമുണ്ട്. അതിൽ 108 ശിവലിംഗങ്ങൾ നിരനിരയായി കാണാം. ഇതിന് നിരവധി കൊത്തുപണികളുള്ള തൂണുകളുമുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിരൈ ബ്രഹ്മോത്സവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.